മമ്മൂക്കായ്ക്കൊരു 100 കോടി പദ്ധതി നമ്മളെല്ലാം കണ്ട ട്രോളാണ്. പക്ഷേ അത് ഇത്തവണയും സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ് ഈ പോണ പോക്കിനാണെങ്കിൽ. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പോയാൽ ആവറേജ് മഹേഷ് നാരായണൻ പടം ഉണ്ട്, ജസ്റ്റ് ഓക്കെ ആണ് എന്നൊക്കെ ഞങ്ങൾക്ക് പറയാം. പക്ഷേ ഇവിടെ മഹേഷിൻ്റെ പടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലല്ലോ ആളുകൾ പോകുന്നത്. ദ റീസൺ ബിഗ് MS. 18 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുമ്പോൾ ആരാധകർക്ക് പ്രതീക്ഷയുണ്ടാകും. അവർക്ക് വേണ്ടി നരസിംഹവും രാജമാണിക്യവും ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്നോ രണ്ടോ വാവ് സാധനമെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. വളരെ സ്ലോ മോഡിലാണ് സിനിമ നീങ്ങുന്നത്. ഇടയ്ക്കൊന്ന് ഹൈയാക്കാൻ ലാലേട്ടൻ വന്നു, അത് അങ്ങനെയുമായി. 18 വർഷങ്ങൾക്ക് ശേഷം ഇവരെ ഒന്നിപ്പിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് മഹേഷ്. ചാറ്റ് ഷോയിൽ കുഞ്ചാക്കോയുടെ മൂവിയാണെന്നൊക്കെ തട്ടിവിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരുപാട് ലോജിക് മിസ്റ്റേക്കുകളുണ്ട്. ഹാർഡ് ഡിസ്കോ, അത് എന്നെ സാധനം എന്ന മട്ടിൽ നിൽക്കുന്ന IT പ്രൊഫഷണൽസ്. വില്ലൻ്റെ മോട്ടീവ്, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, വില്ലനെ തട്ടുന്ന രീതി, ഒരുവിധപ്പെട്ട എല്ലാവരെയും വയ്യാതെയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഫഹദ് അച്ഛാ പച്ചാ വിളിച്ച് കളിയുണ്ട്. ഇനിയും കാണാനുള്ളവരുടെ ആസ്വാദനത്തെ ബാധിക്കുമെന്നതിനാൽ ബാക്കിയൊന്നും വിളിച്ചു പോകുന്നില്ല. ഡോക്യുമെൻ്ററി പോലെ സിനിമ എടുക്കൂ എന്ന് വാശിയുള്ളവർ സ്ഥിരം കക്ഷികളായ ടോവി, ആസിഫ്, ഫഹദ്, ചാക്കോച്ചൻ ഇവരെ പിടിച്ചിരുന്നെങ്കിൽ സെൻസിറ്റീവാന സെൻറ്റിമെൻ്റായി ഒന്നും ആരും എടുക്കില്ലായിരുന്നു. അങ്ങനെ തോന്നിപ്പോയി. ഇതുവരെ കാണാത്ത കഥയുമല്ല, ഇരുമ്പുത്തിരയിലൊക്കെ കണ്ടതിൻ്റെ വേറൊരു വേർഷൻ. മഹേഷിൻ്റെ ഇഷ്ടത്തിനാണ് പടം എടുത്തിരിക്കുന്നത്. കാണാൻ ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങളും തീരുമാനിക്കുക. 120 കോടിയും ഇക്കയും ഏട്ടനും ഫഹദും ചാക്കോച്ചനും നയൻതാരയും, ഇത്രയും പേരുടെ ഡേറ്റ് കിട്ടുക എന്നത് നിസ്സാര കാര്യമല്ലേ അല്ല. ഇതൊക്കെ കയ്യിൽ കിട്ടിയിട്ടും പോസിറ്റീവ് അല്ല വരുന്നതെങ്കിൽ പ്രശ്നം ആർക്കോ എവിടെയൊക്കെയോ ഉണ്ട്.